നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛനാണല്ലോ ഞാനൊന്ന് ഓർത്തിട്ടേ അതിന്റെ അഭിമാനം തോന്നും. കുഞ്ഞായിരിക്കുമ്പോ മോളെ നിന്റെ സ്വാതന്ത്ര്യമൊക്കെ അപഹരിച്ചെന്ന് നിനക്ക് ചിലപ്പോ തോന്നിയിട്ടുണ്ടാവാം. അതെ അതെ, എല്ലാ കുട്ടികളെയും അവരുടെ അച്ഛനമ്മമാര് ഓരോ സ്ഥലത്തേക്ക് തനിച്ചയക്കുമ്പോ നീ എവിടെ പോയാലും ഞങ്ങളിൽ ആരെങ്കിലും കാവലുണ്ടാവും. അത് സ്കൂളിൽ നിന്ന് ഒരു വിനോദയാത്രയ്ക്ക് പോലും നിന്നെ തനിച്ചയച്ചിട്ടില്ല. ട്യൂഷനോ ഡാൻസോ എന്തുണ്ടായാലും അതൊക്കെ നമ്മുടെ ഈ വീട്ടിനകത്ത്. മക്കളെ, അച്ഛന് പേടിയായിരുന്നു മോളെ. അച്ഛനെ ഈ നിധിയെ ആരെങ്കിലുമൊക്കെ അപഹരിച്ച് കടന്നു കളഞ്ഞാലോന്ന്. നീ തന്നെ കണ്ടെത്തിയ പയ്യന്റെ കയ്യിൽ നിന്നെ പിടിച്ചേൽപ്പിച്ചപ്പോ അച്ഛന് ഒരു പരിധി വരെ ആശ്വാസമായി. പക്ഷേ നീലാകാശത്തൊന്ന് വെള്ളടി പോലൊരു ദുരന്തം അച്ഛൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല മോളെ. മക്കളെ, അച്ഛനൊരു രാജകുമാരിയെ പോലെ അണിയിച്ചൊരുക്കി കൊണ്ടു നടക്കാൻ ആഗ്രഹിച്ച നീയാണല്ലോ മോളെ. തെരുവ് പട്ടികൾ കടിച്ചു ചീന്തിയ ഒരു മുയൽ കുഞ്ഞിനെ പോലെ പ്രാണൻ മാത്രം ബാക്കിയായി ഈ കട്ടിൽ ഇങ്ങനെ. മക്കളെ, ആർക്കും വേണ്ടാതെ ഈ വീടിന്റെ ഒരു കോണിൽ നീ കിടക്കുന്നത് ഇനി എനിക്ക് കാണാൻ വയ്യ മോളെ. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ പോലെ നിനക്ക് നഷ്ടപ്പെട്ടു. അവൻ നമ്മുടെ അർജുൻ കൂടി ഇല്ലാതായ പിന്നെന്താ നിന്റെ അവസ്ഥ? ഞങ്ങളുടെ ഈ അച്ഛൻ്റെ അമ്മയുടെ കാലം കഴിഞ്ഞാ പിന്നെ നിനക്ക് പിന്നെ ആരാ മോളെ? ഇല്ല മോളെ, അതെ, നാവിലേക്ക് ഒരിറ്റ് വെള്ളം പോലും എത്തിച്ചു തരാൻ ആളില്ലാതെ, ശബ്ദമുയർത്തി നിലവിളിക്കാൻ പോലും ആവാതെ ബാധിച്ചത്ത ഒരു കിളിക്കുഞ്ഞിനെ പോലെ ഇവിടെ കിടന്ന് പുള്ളിരിക്കാൻ നിന്നെ അച്ഛൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.